ശരിക്കും ഈ ഡ്രസ് കോഡ് നമ്മുടെ നാട്ടിലുണ്ട്. ചില ജോലികൾക്കൊക്കെ കോടതിയിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും അങ്ങനെ ചില ഇടങ്ങളിലൊക്കെ നഴ്സുമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവേ ചില ആളുകൾ പറയുന്നത് കേട്ടുള്ളൂ, അവൾ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടതാണ് ഇങ്ങനൊരു അക്രമം ഉണ്ടായത്. അപ്പോൾ ആളുകളെ പ്രലോഭിപ്പിക്കുന്നതും ഒക്കെ വസ്ത്രധാരണമാണെന്ന് പറയുന്ന പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ ചില്ലറയല്ല. തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. യെസ്, നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. തീർച്ചയായിട്ടും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. അത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുപോലെയാണ്. അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്, അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. ആ സമയം ഞാൻ സംസാരിക്കും. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ശ്രീദേവി, ഇവിടെ ഇപ്പോ യഥാർത്ഥത്തില് അജിത്ത് പറഞ്ഞ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കാൻ വെല്ലുവിളി പോലെ എറിഞ്ഞിരിക്കുക. ഇതിനകത്ത് നമ്മുടെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രബുദ്ധ കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് നിലവാരത്തിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രത്തിന് നൽകിയിട്ടുള്ള ആ കൾച്ചർ അനുവർത്തിച്ചു പോകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആര് എന്ത് ധരിക്കണം എന്നുള്ളത് തീർത്തും ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. ഒരാളുടെ ഡ്രസ്സ് ഇട്ട് കണ്ടാൽ അയാളെ വിലയിരുത്താൻ സാധിക്കുമ്പോൾ എനിക്കിതിന് മറുപടി ഉള്ളത്, ഒരു വ്യക്തിയെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. സമൂഹത്തിന് ആ വ്യക്തി ഉപകാരിയാണോ അത്രമാത്രം മതി. അയാൾ എന്ത് ധരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്ത് വ്യക്തിജീവിതത്തിന്റെ സ്പേസിൽ എങ്ങനെയാണ് എന്ന് നോക്കണ്ട. ഇനി ഇതിനകത്ത് നമ്മൾ ഒരുപാട് പെർസ്പെക്ടീവ്സ് പറയാനുണ്ട്. അപ്പോൾ അതിന് സോഷ്യൽ, കൾച്ചറൽ, ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഡ്രസ്സിംഗ് പാറ്റേൺസ് ഒക്കെ വരുന്നത്. അതിനി വരുന്ന ചർച്ചകൾ, അത്തരം വിഷയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് റണ്ണറപ്പിനോട് ചോദിക്കാം. ഇവിടെ മിസ് ഇന്ത്യ റണ്ണറപ്പേ പറയൂ. അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ കരുതി? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ അല്ലേ? ഓക്കെ സർ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. മതനിരപേക്ഷ രാജ്യത്താണ് ജീവിക്കുന്നത്. ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 21 മൗലിക അവകാശമാണ് വ്യക്തിക്ക് എന്ത് വസ്ത്രം ധരിക്കണം. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അവർ എന്ത്
ധരിക്കണം എന്നുള്ളത്. അവരുടെ സ്വാതന്ത്ര്യമാണോ? അതെ, അത് മറ്റുള്ളവർ നിയന്ത്രിക്കുന്നത് ശരിയല്ല. ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഒട്ടുമിക്ക ആളുകളും അവരവരുടെ പ്രോസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ കോണ്ടസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രൊഫഷണൽ എൻവയോൺമെന്റ്, വർക്ക് എൻവയോൺമെന്റ്, സ്കൂളിൽ പോകുന്നവരായിരിക്കും അല്ലെ ഒക്കേഷൻ അനുസരിച്ചാണ് ആളുകൾ വസ്ത്രം ധരിക്കുന്നത്. ഈ മിസ് ഇന്ത്യ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ വസ്ത്രധാരണം ഒരു പ്രശ്നമാകാറുണ്ടല്ലോ. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കല്ല, കാണുന്നവർക്ക്. അത് മാനദണ്ഡമായി എടുക്കാറുണ്ടോ അതിന്റെ ജഡ്ജിങ്ങിലൊക്കെ? ജഡ്ജിങ്ങിന്റെ നിയമമാണ് സാർ ആ ഡ്രസ്. അങ്ങനെ അത് ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഞാനൊരു സാറിന് അറിയാലോ, നാഷണൽ മൂടി പോകുന്ന ഒരു ഡ്രസ് കോഡുമായിട്ട് നമുക്ക് ഇതിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ അജിത്തിന് പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, പറയൂ. ഓരോരുത്തരുടെ ജനാധിപത്യ ഒരു ഭരണഘടനാ അവകാശമാണ്. പ്യൂർലി അത് ചോയ്സ് ആണ്. പക്ഷെ ആ ചോയ്സ് എവിടുന്ന് വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോ പിന്നെ അജിത് കുമാറിനോട് ഞാനും വിയോജിക്കുകയാണ്. ഒരു ഡ്രസ്സിങ്ങിലല്ല റെസ്പെക്ട് വേണ്ടത്, പക്ഷെ ഒരു സ്ത്രീന്റെ പേഴ്സണാലിറ്റിയിലാണ് റെസ്പെക്ട് വേണ്ടത്. പക്ഷെ ആ പേഴ്സണാലിറ്റിയെ സ്ത്രീയുടെ ഒരു ബ്യൂട്ടി ഓവർ റൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം, അത് ആരാണ് ആ ചോയ്സ് ഡിഫൈൻ ചെയ്തത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ മിസ് ഇന്ത്യ മത്സരത്തിലെ ജഡ്ജസിൽ അവിടെ റൂൾ ഉണ്ട്. ഇപ്പൊ 2015 കാൻ ഫിലിം ഫെസ്റ്റിവലില് ഈ ഗാലയിലുള്ള റെഡ് കാർപ്പറ്റ് ഉണ്ട്. ആ റെഡ് കാർപ്പറ്റിൽ ഹൈ ഹീൽ ഷൂ ഇടണം എന്നുള്ള നിയമമുണ്ട്. അത് ഇടാത്ത സ്ത്രീകൾ അവിടുന്ന് പുറത്താക്കി ലോകത്ത് മുഴുവൻ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഹീൽ ഷൂസ് ഇടണ്ട ഒരു സ്ത്രീക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അതിന് അനുവദിക്കാത്തൊരു സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് സ്ത്രീന്റെ ചോയ്സ്? അപ്പൊ ആരാണ് ഈ ചോയ്സ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഇപ്പൊ ഫെമിനിസ്റ്റ് ഓതറായ സാൻഡ്രാലി ഒക്കെ 1990 അവരുടെ ഡൊമിനൻസ് ആൻഡ് ഫെമിനിസം എന്നുള്ള പുസ്തകത്തിൽ ഫിനോമിനൽ ഓഫ് ഒപ്രഷൻ, അടിച്ചമർത്തലിന്റെ പ്രതിഭാസം എന്നുള്ള പുസ്തകത്തിൽ 90 പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ ഈ ചോയ്സ് അല്ല, ഇതൊരു ഇല്യൂഷൻ ഓഫ് ചോയ്സ് ആണ്. സത്യത്തിൽ ഇവർ അനുഭവിക്കുന്നത് ഒരു സൈക്കോളജി ഓഫ് ഒപ്രഷൻ ആണ്. അതായത് ഒരു പാട്രിയാർക്കി. പാട്രിയാർക്കി. കാരണം ഇവര് സത്യത്തിൽ, ഞാൻ ഇവരെന്ന് പറയുന്നത് നിങ്ങളല്ലോ, ഞാൻ ഈ ഇതിനെ അനുകൂലിക്കുന്ന ടോട്ടൽ വിശാലമായ അർത്ഥത്തിൽ ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം, അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തില് ഇത് സെക്ഷുവലി അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി ഒരു എഡ്യൂക്കേഷന്റെ ഭാഗം. ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡ്രസ് ഡീൻ ബെർണറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ് ചില ക്ലോത്ത് വസ്ത്രങ്ങൾ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ്. ആ സെക്ഷുവലി മെന്നിനെ പുരുഷന്മാർ പല ടൈപ്പ് ഉണ്ട്. ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റി ഉണ്ട്. സൈക്കോളജി പഠിച്ചവർക്ക് ഡാർക്ക് ട്രേഡ് അല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോ, ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റിയിൽ അവര് ചില സൈക്കോപാത്ത് ഉണ്ടാവും, അവരില് പിന്നെ ഈ നാർസിസ്റ്റുകൾ ഉണ്ടാവും. ഇവരെന്താ ഭയങ്കര കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, പക്ഷെ നിങ്ങളെ കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അത്തരം പേഴ്സണാലിറ്റികളെല്ലാം അവരാഗ്രഹിക്കുന്ന ഒരു പുരുഷാധിപത്യം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മെയിൽ ഡിസയറിനനുസരിച്ച് വസ്ത്രം ധരിച്ച് കൊടുക്കലല്ല സത്യത്തിൽ ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ടത്. അവര് ആ വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റിന്റെ മുകളിൽ വരണം. ഇപ്പൊ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇപ്പൊ ഡൽഹിയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റിൽ അവിടെ ഒരുപാട് ഐക്കണിക് ആയിട്ടുള്ള ഫീമെയിൽസിന് പെൺകുട്ടികൾ നമ്മൾ കണ്ടു. അവരുടെ ബ്യൂട്ടി അല്ല അവിടെ മാനദണ്ഡം, അവരുടെ കറേജും ബ്രേവും ആണ് മാനദണ്ഡം. അതാണ് എല്ലായിടത്തും വരേണ്ടത്. ആ പേഴ്സണാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ ബ്യൂട്ടി വരുന്ന സ്ഥലങ്ങളിൽ. ഇതിനകത്ത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു പറയണം. ഇവിടെ മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു, അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. പുരുഷന്മാരെല്ലാം സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കണ്ടാൽ പ്രൊവോക്ക് ചെയ്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. ഉണ്ടോ അങ്ങനെ മറുപടി ഉണ്ടോ? അതായത് ഈ ആൾക്കാരുടെ കുറ്റവാസന ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. അതായത് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ് എതിരെ നടക്കുന്ന ഒരു പുരുഷനെ പ്രകോപിപ്പിക്കുന്നതും കുറ്റവാസന ചെയ്യാനെങ്കിൽ അയാളുടെ കുറ്റവാസനയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്, അതോ ഈ പ്രകോപിപ്പിക്കുന്നു എന്നുള്ള സാധാരണ പറയുന്ന വാദഗതിയാണ്? സ്വാഭാവികമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും, ഞാൻ പുച്ഛത്തോടു കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര
ആകെ ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല, കാരണം കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്, ഞാൻ പറയുന്നതല്ല. കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിന് പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ സാർ? ഒരു കാര്യം, പർദ്ദയിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ്, എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത്, സി പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന്, ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവരെന്തും ചെയ്യാൻ. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള നിങ്ങൾ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം, ഈ ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ച്വൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല, അവർ പൂർണ്ണമായും ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾ ഈവൻ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് പോലും സെക്ച്വൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺ ഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാവുന്നതാണ്. അഥവാ ഈ ആളുകൾ പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്, അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഇവർ അനുഭവിക്കുന്ന പ്രയാസം സഭ്യമായ ഡ്രസ് ഉപയോഗിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ആരാണ് അതിന്റെ ഒരു ലൈൻ നിശ്ചയിക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിർവരം വിട്ടിരിക്കുന്നത്? ആരാണ് അത് കൊടുക്കുന്നത്? അത് അവനവൻ തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനയൊന്നും അനുശാസിക്കുന്നില്ല നിയമം എന്ന് പറയുന്നത്. ഡ്രസ്സ് ധരിക്കണം എവിടെയാണെന്നുള്ളത്